ഡിയേഴ്സ്, ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മക്കൾ കാണുക. അത് മാത്രമല്ല, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏത് സമഭുജ സമാന്തരികത്തിന്റെ വികരണങ്ങൾ അവ യോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. നമുക്ക് തെളിയിക്കേണ്ടത് ഇതൊരു റോംബസ് ആണ്. ഈ കാണുന്ന റോംബസിന്റെ ഡയഗണൽസ് മക്കൾ വരച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന റോംബസിന്റെ ഡയഗണൽസ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ഈ ഡയഗണൽസ് റോംബസിന്റെ ആംഗിളുകളെ ബൈസെക്ട് ചെയ്യുന്നു. എന്താ പറയുന്നത്? കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ദ ആംഗിൾസ് അറ്റ് ദ വെർട്ടിസസ്. ഓക്കെ, ഇവിടെ ആംഗിളിലുള്ള വേർട്ടെക്സിനെ റോംബസിന്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നു എന്നതാണ് തെളിയിക്കേണ്ടത്. പിന്നെ നമ്മൾ പേര് കൊടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. എ ബി, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പേര് കൊടുക്കുന്നു. എ ബി സി ഡി. ഓക്കെ, ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. എനിക്ക് തെളിയിക്കേണ്ടത് നമ്മളുടെ ഡയഗണലിന്റെ ഭാഗമാണ് ഡി പി, ശരിയല്ലേ? ഡി പി എന്ന് പറയുന്ന ലൈൻ അഥവാ ബി ഡി എന്ന് പറയുന്ന ലൈന് ആംഗിൾ ഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് തെളിയിക്കണം. ബി ഡി എന്ന് പറയുന്ന ലൈന് ആംഗിൾ ഡിയെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. ശ്രദ്ധിച്ചോ, ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെയുള്ള 2 ട്രയാങ്കിൾ ഏതൊക്കെ ട്രയാങ്കിളാണ് നോക്കുക മക്കളെ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ എ ഡി പി ആൻഡ് ട്രയാങ്കിൾ സി ഡി പി, ഈ 2 ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം എ ഡി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താ? റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ശരിയല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം സൈഡ്സ് ഓഫ് റോംബസ്, സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ തുല്യമാണ്. സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ, സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ, ഈ വശങ്ങളുടെ പ്രത്യേകത എന്താ? അത് തുല്യമാണ്, ശരിയല്ലേ? ഇനി നമുക്ക് പറയാം എ പി എന്ന് പറയുന്ന സൈഡ് സി പിക്ക് തുല്യമാണ്. ആണോ? എ പി എന്ന് പറയുന്ന സൈഡും സി പി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താ? കാരണം ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, ശരിയല്ലേ? ഡയഗണൽസ് എന്ത് ചെയ്യും? പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരസ്പരം പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആണ്. വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. അങ്ങനെ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ പി എന്ന് പറയുന്ന നീളം സി പിക്ക് ഈക്വൽ ആണ്. ഇനി മക്കൾ നോക്കിക്കേ, ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് ഡി പി. ഡി പി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. ഡി പി പൊതുവായ വശം, കോമൺ അഥവാ പൊതുവായ വശം. ഓക്കെ, പൊതുവായ വശമാണ് ഡി പി എന്ന് പറയുന്നത്. ഇപ്പോ ഈ 2 ട്രയാങ്കിളും എന്തായി? ട്രയാങ്കിൾ എ ഡി പി ഈക്വൽ ടു ട്രയാങ്കിൾ സി ഡി പി. ഈ 2 ട്രയാങ്കിളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ തെളിയിച്ചു. ആംഗിളുകൾ ഈക്വൽ ആണ് എന്ന് തെളിയിക്കുന്നതിന് പകരം നമ്മൾ എന്ത് തെളിയിച്ചു? ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഈ 2 ട്രയാങ്കിളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ പിയും സി പിയും ഈക്വൽ ആണ്. എ പിക്കെതിരെ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഡി പി. ആണോ? ആംഗിൾ എ ഡി പി അത് ആർക്ക് ഈക്വലാ?
ആംഗിൾ സി ഡി പി. നമുക്ക് സി പിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ഡി പി, ഇവിടെ എ ഡി പി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ therefore ബി ഡി ആരെ ബൈസെക്ട് ചെയ്യുന്നു? ബൈസെക്ട്സ് ആംഗിൾ ഡി. അല്ലേ? ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ആംഗിൾ ഡി യെ ബൈസെക്ട് ചെയ്യുന്നു. ബി ഡി ബൈസെക്ട്സ് ആംഗിൾ ഡി. നമുക്ക് എന്ത് എഴുതാം? ബി ഡി ആംഗിൾ ഡി യെ സമഭാഗം ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രൂഫ്. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രൂഫ്. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരും, അതിൻ്റെ ആൻസർ മക്കൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പോവാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു, ഇതൊരു റോംബസ് ആണ്, ഇതിന്റെ ഡയഗണലാണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയാണ്, ആംഗിൾ ഡി എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും? ആംഗിൾ എ ഡി പി. ഇതെന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സൈലത്തിന്റെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ നമുക്ക് സ്ലൈഡ്സും നോട്ട്സും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആൻസർ കമന്റ് ചെയ്യുക. ബൈ ബൈ.